പൊളിച്ചോ യോ ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കും. പോകുമ്പോ ഉച്ചക്കഞ്ച് വരും. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഷോർട്സിൽ നിന്ന് ജസ്റ്റ് മാറ്റി പിടിച്ചിട്ടുണ്ട്. ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ പോകുന്നത് എൻ്റെ അനിയത്തിയുടെ വീട്ടിലോട്ടാണ്. ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളവിടെ പോയി നിൽക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നാണ് ആ ഒരു സുദിനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മളിതാ ഒരു 2 ഡേയ്സൊക്കെ നിൽക്കാമെന്ന് കരുതിയിട്ടാണ് പോകുന്നത്. ഞാനും ഇപ്പച്ചിയും അനിയനും മിഷുക്കുട്ടിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എത്തിയ പാടന്നെ എന്താ നമ്മുടെ കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ജ്യൂസ് കുടിക്കലും ചായ കുടിക്കലൊക്കെയാണ്. പൊളിച്ചോ യോ ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കും. പോകുമ്പോ ഉച്ചക്കഞ്ച് വരും, കൊഴിഞ്ഞഞ്ച് വരും. എന്നിട്ട് നേരെ മേലേക്ക് കഴിച്ചിട്ട് മുട്ട അതോ രാഗി പൈസോ എന്തെങ്കിലും അംഗവാടിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് കുടിച്ചല്ലോ. വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ വല വെച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ ഇവിടെ ഭയങ്കര നായയുടെ ശല്യമാണ്. അപ്പോൾ അവളുടെ ഫാദറിലോ വന്നിട്ട് കെട്ടി ഭദ്രമാക്കി കൊടുത്തതാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ അവർ തിരിച്ചു വന്നതിപ്പോൾ എന്താ പറയുക, നമ്മുടെ ഈ ഷവർമ്മ ഉണ്ടല്ലോ, ഒരു വെറൈറ്റി ഷവർമ്മ ഞാനിത് കണ്ടിട്ടില്ല. ഞാൻ റോളും പ്ലേറ്റ് ഷവർമ്മ അതൊക്കെ കഴിച്ചു എന്നല്ലാതെ ഈ ഒരു ബോക്സിനകത്തുള്ള ഷവർമ്മ കഴിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ. ഈ സാധനം കൂട്ടി അടിപൊളിയാണ്. എനിക്ക് കൂട്ടത്തിൽ ഇഷ്ടമുള്ള സാധനം. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മയോണൈസിൽ കാന്താരി കൂട്ടിയതാണ്, നല്ല ടേസ്റ്റ്. ഞാൻ ഇവിടെ ഒന്നും കൂടി ഉണ്ടേ, ഞാൻ കണ്ടില്ലേ? ശരിയാൻ പറ്റാത്ത വലിയ പീസ് ഉണ്ട്. ഓൻ്റെ ഒരു തന്നെ ഉള്ളൂ. പിങ്ക് സോസ് നിങ്ങൾ പറയുന്നു ഞാനും 2 കുബൂസ്. ഷവർമ്മ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഇതാ ഇവിടെ ഡാൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവളുടെ ഫാദർലോയും വന്നിരുന്നു. നമ്മൾ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ആളും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇതാ ഇവരുടെ ഡാൻസ് ഷോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ്. ഏതൊക്കെ അയിമീൻ്റെ സ്റ്റെപ്പ്, എന്താ കണ്ണൊക്കെ പോത്തണ്? ആ സ്റ്റെപ്പാണ്. കുറച്ച് ഇങ്ങോട്ട് എടുക്കുക വന്നാ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കും. കിളി പറക്കാണിപ്പാ, വേഴാമ്പൽ കിളി. കുട്ടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് കുട്ടികൾ എന്ത് ചെയ്താലും അത് ആസ്വദിക്കാനുള്ള ഒരു കഴിവുണ്ടാവില്ലേ? നമുക്ക് അങ്ങനെയാണ്. അവന്മാർ എന്ത് ചെയ്താലും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളത് കണ്ടിരുന്ന് സമയം പോണത് അറിയില്ല. അപ്പോൾ അവരവിടെ ഇരുന്ന് കളിക്കട്ടെ വിചാരിച്ച് ഞാനും അനിയത്തിയും ഇപ്പച്ചും കൂടെ കൂടിയിട്ട് ഇതാ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. രാത്രിക്കത്തോട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇങ്ങനെ വിളിച്ചടി ഞാൻ എൻ്റെ അപ്പനെ വിളിച്ചാൽ വിളിയേക്കൂലല്ലോ, എൻ്റെ അപ്പ ഗൾഫിലല്ലേ അറിഞ്ഞ ഞാൻ എൻ്റെ അപ്പാനല്ലേ വിളിക്കണത് പറഞ്ഞു. ഒന്നൊന്ന് വലിപ്പം നോക്കട്ടെ, ഒന്നും മതിയില്ല. അല്ലെങ്കിൽ ഇത് വലുതൊന്നും എടുക്കാം, ഒന്നൊന്നും മതി.
നമുക്ക് മൊത്തത്തിൽ എല്ലാം കൂടെ ഒരു പെരുന്നാൾ ഫീൽ ആയിരുന്നു കേട്ടോ. പെരുന്നാൾ ഫീൽ എന്ന് വെച്ചാൽ നമ്മളെ ഫാമിലി ഒന്നിച്ച് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഞാനും ഉപ്പച്ചിയും അനിയത്തിയും കുട്ടിയും നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു പെരുന്നാൾ ഫീൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ എല്ലാവരും ഞങ്ങളിൽ ഓരോരുത്തരും ഫാമിലിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. ഞാനായാലും ഉപ്പച്ചിയായാലും അനിയത്തിയായാലും അനിയനായാലും ഒക്കെ. അതായത് നമുക്കത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എന്തെന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ അതാ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ രാത്രി അങ്ങനെ കാര്യമായിട്ട് നമുക്ക് പരിപാടികളൊന്നും വരുന്നില്ലല്ലോ. കുറച്ച് ക്ലീനിങ്ങും പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ച് കിടത്തും സംസാരവും തമാശ പറച്ചിലും ഇതൊക്കെ തന്നെയായിരുന്നു രാത്രിക്കത്തെ പരിപാടി എന്ന് പറയുന്നത് കേട്ടോ. എന്താ സ്നേഹപ്പാ, തലങ്ങും വിലങ്ങും പേരക്കുട്ടികളാ. പറയിപ്പിച്ചോ ഇപ്പൊ? കുഞ്ഞുമോ കേക്കണ്ട, കാണുന്നുണ്ടോ പക്ഷേ നല്ല ഭംഗിയുണ്ടോ? രാവിലെ ഞാൻ ഭയങ്കര ലേറ്റായിട്ട് എണീറ്റ് കേട്ടോ. ഇവരൊക്കെ തന്നെ നേരത്തെ കാലത്ത് തന്നെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ കിച്ചണിൽ വന്ന് നോക്കിയപ്പോൾ അവിടെ അനിയത്തി ചായയും പുട്ടും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പുട്ടും ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങ് കേമാക്കി കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇവളിതാ ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ. നിഫ്രക്കുട്ടൻ്റെ നഴ്സറി ടീച്ചറുടെ വീട് ഇവരുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ആളുടെ മോളുടെ വീടാഴ്ചയാണെന്നാണ് പറഞ്ഞത്. സോ അവന്മാർ അതിന് പോവുകയാണ് ഉച്ചയ്ക്ക്. അപ്പോൾ കിച്ചണിൽ അവളോട് കയറണ്ടെന്ന് പറഞ്ഞു. നിങ്ങളല്ലോ പുട്ടുന്നത് കൊണ്ടാ പോയിക്കോളി. ഉച്ചയ്ക്ക് നമ്മൾ ഹെവി ആയിട്ടൊന്നും ഉണ്ടാക്കണില്ല. സാധാ സിമ്പിളായിട്ടുള്ള ഫുഡ് തന്നെയാണ് കേട്ടോ. നമ്മൾ അയില മുളകിട്ടതും അയില പൊരിച്ചതും പിന്നെ ഇവിടെ കോളിഫ്ലവർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഗോപി മഞ്ചൂരി ഉണ്ടല്ലോ അതും കൂടെ സെറ്റാക്കി. പിന്നെ അവർ പോവാനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്ക് നോക്കട്ടെടോ, ഒന്ന് കറങ്ങടോ, ഒന്ന് കറങ്ങടോ. ഫേസ് നോക്കട്ടെ, ഹെയർ നോക്കട്ടെ, ഹെയർ തിരിഞ്ഞത് ഇല്ലല്ല. നിങ്ങളുടെ വീട്ടിലുണ്ടോ? അയ്യോ പൊളി പൊളി കാണിച്ച. അങ്ങനെ 1 മണിയായപ്പോഴേക്ക് അനിയത്തിയും കുട്ടിയും വീടാഴ്ചയ്ക്ക് പോയിട്ടുണ്ട്. ഞാനും ഇപ്പച്ചി നിഷും കൂടെ കൂടിയിട്ട് ഇതാ ഫുഡ് കഴിക്കുകയാണ്. അനിയന് പണിക്ക് പോയതാണ്. ഓന് രാവിലെ തന്നെ അവിടുന്ന് പോയിട്ടുണ്ട്. പിന്നെ ഏകദേശം ഈ ഒരു ടൈമിൽ തന്നെ 1:30 ആകുമ്പോഴേക്ക് അവൻ എത്തുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിരുന്ന ആ ഒരു കുറച്ച് സമയമായപ്പോഴേക്ക് ഇതാ അവൻ എത്തിയിട്ടുണ്ട്. പിന്നെ അവനുള്ള ജ്യൂസ് സെറ്റാക്കുവാണ്, അതായത് ഓറഞ്ച് ജ്യൂസ്. അപ്പോഴേക്ക് ആൾ വിശന്ന് കുടൽ കരിഞ്ഞിട്ടാണ് വരുന്നത്. ഞാൻ ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കാനൊന്നും ഒഴിവില്ല, അതിൻ്റെ മുന്നേ തന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കണുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ നിഫ്രകുട്ടനും എത്തിയിട്ടുണ്ടായിരുന്നു. കഴുകാനുള്ള പാത്രമല്ല, അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ ഇരുന്നു കേട്ടോ കുട്ടികളുടെ വർത്താനവും കേട്ടിട്ട്. അപ്പോൾ അതാ വൈകുന്നേരം കിച്ചണിൽ വന്നപ്പോൾ അനിയത്തി പഴം വാട്ടലും അങ്ങനത്തെ ചായ ഉണ്ടാക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. ഇപ്പച്ചി ഇവിടെ രാത്രിക്കത്തേക്കുള്ള ഫുഡൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു തരാണ്. ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആൾ ഞാനാണ്, പക്ഷേ ഇങ്ങനെ എല്ലാ ഹെൽപ്പും ഇപ്പോൾ ചെയ്തു തരുക. നമ്മുടെ രാത്രിക്കത്തെ സ്പെഷ്യൽ വന്നിട്ട് ചിക്കൻ ഫ്രൈഡ് ബിരിയാണിയാണ്. പിന്നെ നമ്മൾ കുറച്ച് ബീഫും വരട്ടണുണ്ട് കേട്ടോ. ബീഫ് വരട്ട മീൻസ് അങ്ങനെ ഗ്രേവി ആയിട്ടല്ല, നമ്മളിങ്ങനെ വെള്ളമില്ലാണ്ട് വെക്കത്തില്ലേ, അങ്ങനെ ഉണക്കി വെക്കുമല്ലോ, അതുപോലെ ചെയ്യാണ് കേട്ടോ. ഒരു സൈഡിൽ അതാണ് ടൈമിൽ നമ്മളിവിടെ അടുപ്പത്തായിരുന്നു ചോറ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ അത് ഊറ്റി തരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വീഡിയോ എടുക്കണോണ്ടാണ് ഞാൻ ഉപ്പനെ ഏൽപ്പിക്കണത് കേട്ടോ. മറ്റേത് ഞാൻ തന്നെയാണ് അതൊക്കെ ഊറ്റൽ. ഇത് എനിക്ക് രണ്ടും കൂടെ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ലല്ലോ. അനിയന് സാധനങ്ങളൊക്കെ കൊടുന്നായിരുന്നു, അതായത് ഇവർക്ക് ഇല്ലാത്ത സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ച് കൊടുക്കുമായിരുന്നേ. അപ്പോൾ അതാ ശർക്കര മിഠായിയും കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം.
ഞാൻ ചെറുക്കനോട് പറഞ്ഞു എനിക്ക് 20 ഉറുപ്പിക മാറ്റി തരണം. പറഞ്ഞോ അതിന് വേണമെന്നില്ല. ചോറ് നല്ല പാകത്ത് പോകണം. അല്ലേ ഇത് വെച്ചോളൂ. തീ ഞാനാ പൊടിപ്പിച്ചത് കേട്ടോ. ഉണ്ടാ പോയിക്കോടുന്ന്. ഊറ്റോട്ട് സാധില്ല ഊറ്റുമ്പോൾ. ചോറ് ആക്ച്വലി നമ്മൾ വിചാരിച്ചതിലും അപ്പുറം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്രെഡിറ്റ് തട്ടിയെടുക്കണ ശ്രമത്തിലാണ് എല്ലാവരും. ഒരാളാണ് അരി കഴുകിയത്, വേറൊരാളാണ് തീ പിടിപ്പിച്ചത്, വേറൊരാളാണ് ഇതാ ചോറ് ഊറ്റുന്നത്. അപ്പോൾ അവർക്കൊക്കെയാണ് അതിൻ്റെ ക്രെഡിറ്റ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റായതിനു ശേഷം നമ്മളതെല്ലാം എന്താ മേശമ്മൽ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പോകാനായിരുന്നു നമ്മുടെ ഉദ്ദേശം കേട്ടോ രാത്രി. അതാണ് ഫുഡൊക്കെ ഇത്ര ഹെവി ആക്കി അടിപൊളിയായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ആൾക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പോക്ക് അവിടെ നമ്മൾ ബ്രേക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ പിറ്റേ ദിവസം മോർണിംഗിൽ പോരുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായാലും എന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.